ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി പ്രമോയൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ പുറത്തു നിന്ന് നമ്മുടെ അനു ബാലനോടും ഗോമതിയോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛനോട് പിണക്കമാണോ, ഞാനെടുത്ത തീരുമാനം തെറ്റാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം ആരും പറയും, മോളെ അനു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവനെ ഇങ്ങനെ വെറുതെ വിടാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട കേസും കൊടുത്ത് ഈ കോടതി നമ്മൾ കയറി ഇറങ്ങേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നത്? നമുക്ക് അനുകൂലമായ വിധി വരുള്ളായിരുന്നു. പക്ഷെ നീ ഇന്ന് ചെയ്തത് തീരെ ശരിയായില്ല. നിന്നോട് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇത്ര വേഗം നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കാം. അപ്പം അനുവാണ് തല ഒനിച്ച് നിൽക്കുന്ന കാണുന്ന ബാലൻ പറയും, വേണ്ട, നീ കൂടുതലൊന്നും അവളെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എൻ്റെ മോള് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവള് ചിന്തിച്ചു തന്നെയാകും എന്ന് പറയാം. അപ്പം തൻ്റെ അച്ഛൻ തനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന കേൾക്കുന്ന അനുവിൻ്റെ കണ്ണ് നിറയാം. സോറി അച്ഛ, അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതല്ല. എനിക്കറിയാം നമ്മുടെ കുടുംബത്തിൽ തന്നെ പലർക്കും അലോക് വെറുതെ വിടണമെന്ന് തന്നെയായിരുന്നില്ലേ ആഗ്രഹം എന്ന് ചോദിക്കുക. അമ്മയും മനസ്സുകൊണ്ട് അതല്ലേ ആഗ്രഹിച്ചിരുന്നത്? അച്ഛനെ മാറ്റി നിർത്തി അമ്മ സംസാരിച്ചതും അലോകിന്റെ അവസ്ഥയെ പറ്റിയാണെന്ന് എനിക്കറിയാം. അതുപോലെ മിത്രയെടുത്തിയും ആഗ്രഹിക്കുന്നത് അലോകിനെ വെറുതെ വിടണമെന്ന് തന്നെയാ. നമ്മുടെ കുടുംബത്തിന്റെ അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തിന്റെ സമാധാനത്തിന് ഞാൻ എടുത്ത ഈ തീരുമാനം എന്നുകൊണ്ടും ശരിയാ എന്ന് അനു പറയാണ്. ഞാൻ കൃഷ്ണമംഗലത്ത് ജീവിച്ച അത്രയും നാളും അവിടെയുള്ള ആരും എന്നോട് ഒരു മോശമായ രീതിയിലും പെരുമാറിയിട്ടില്ല. അവൻ ചെയ്ത തെറ്റിന് എല്ലാവരെയും എന്തിനാ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് കോടതിയിൽ കേസ് പിൻവലിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ബാലൻ പറയും, മോളെ, നിന്നോട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ നീ മറന്നതാണോ എന്ന് ചോദിക്കുക. ഒരിക്കലുമില്ല അച്ഛാ, എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല എന്ന് അപ്പം അനു പറയാണ്. നീ അവൻ കാരണം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നീ ഈ കേസ് പിൻവലിച്ചത് ശരിയായില്ലെന്നാണ് അച്ഛൻ്റെ മനസ്സിലും. എങ്കിലും എൻ്റെ മോൾ എന്ത് തീരുമാനം എടുത്താലും അതിനൊരു ശരിയുണ്ടെന്ന് കരുതാനാ അച്ഛൻ ഇഷ്ടം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അനുവിൻ്റെ കണ്ണ് നിറയാം. ഇതേ സമയം അലോക് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം അനുശ്രീ അവിടെ നിൽക്കുന്ന കാണുന്ന അലോക് അനുവിന്റെ അടുത്തേക്ക് ഓടി വരിക. പെട്ടെന്ന് നമ്മുടെ ആര്യനാണെങ്കിൽ അനുവിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. കോടതിയുടെ വരാന്തിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പെട്ടെന്ന് ബാലൻ പറയും, വേണ്ട ആര്യ, നീ മാറി നിൽക്കുക, അവൻ എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ച് സംസാരിക്കട്ടെ എന്ന് പറയാം. പെട്ടെന്ന് അലോകാണെങ്കിൽ നമ്മൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എന്നോട് നീ ക്ഷമിക്കണം, നിന്നോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക എന്നും പറഞ്ഞ് അനുവിന്റെ കാലിലോട്ടങ്ങ് വീഴാണ് കേട്ടോ. അനു ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇതെന്താ ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. അലോകെ, നീ മാറ് എന്നും പറഞ്ഞ് അനു അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇല്ല, നീ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്കു പറയാതെ ഞാൻ മാറത്തില്ല എന്നും പറഞ്ഞ് അനുവിന്റെ കാലിലേക്ക് അലോക് വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതും കണ്ടോണ്ട് വരുന്ന അച്യുതൻ അലോകിനെ പോയി പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. എടാ നാണം കെട്ടവനെ, നീ ഇതെന്താടാ ഈ കാണിക്കുന്നേ? ഇവളുടെ കാലി വീഴുന്നു, ഇതിലും ഭേദം നീ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്നതായിരുന്നു എന്ന് അച്യുതൻ പറയാം. മനുഷ്യനെ കൂടി നാണം കെടുത്താനായിട്ട് അവന്റെ ഒരു മാപ്പ് പറച്ചില്. അപ്പൊ ഇതേ സമയം വിചിത്രമായ ഈ പ്രവൃത്തി കാണുന്ന കോടതി വരാന്തിലും മുറ്റത്തുമായിട്ട് നിന്നിരുന്ന ആൾക്കാരെല്ലാം ഫോണിൽ അത് വീഡിയോ ആയിട്ട് എടുക്കുക. തെറ്റ് ചെയ്ത പ്രതിയുടെ പശ്ചാത്താപം കണ്ട് വെറുതെ വിട്ട വാദിയുടെയും കഥ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയാണ് കേട്ടോ. എന്തായാലും അലോകിന്റെ ആ പ്രവൃത്തി കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും സങ്കടം വരെയാണ്. നമ്മുടെ ഗോമതിക്കാണെങ്കിലും കണ്ണു നിറയാ. ഞാൻ പറഞ്ഞില്ലേ ബാലേട്ട, അവന് നല്ല മാറ്റം ഉണ്ടെന്ന്. അവൻ നമ്മുടെ മോളോട് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലേ, ഇതിലും കൂടുതൽ അവൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാം. അപ്പൊ ബാലനൊന്നും പറയുന്നില്ല. അച്യുതനാണെങ്കിൽ ഒരു വിധത്തിൽ അലോകിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാ. അലോകാണെങ്കിൽ അനുവിന്റെ മുന്നിൽ നിന്ന് കരയുവാണ് കേട്ടോ. അനുവിനും ഒരുപാട് സഹതാപം തോന്നുവാണ് അലോകിന്റെ ഈ ഒരു ഭാവമാറ്റം കാണുമ്പം. എങ്ങനെ നടന്നിരുന്ന വ്യക്തിയാണ് ഇതുപോലൊരാൾ മാറിപ്പോകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ അനുശ്രീയുടെ മനസ്സിലേക്കും കടന്നു വരിക. അപ്പം ആരിനും ഇങ്ങനൊരു പ്രവൃത്തി അലോകിന്റെ ഭാഗത്തു നിന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ബാലൻ പറയും, ശരിക്കും അവന് മാറ്റം ഉണ്ടെന്നാ തോന്നുന്നേ. നന്നായ അവന് കൊള്ളാം, അല്ലെങ്കിൽ വീണ്ടും ജയിലും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും, അത്ര തന്നെ എന്ന് പറയാം. അപ്പം അനു ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന കാണുന്ന ആര്യം പറയും, മോളെ, നീ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണ്ട. അവന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവമാറ്റം ഒന്നും കണ്ടിട്ട് എൻ്റെ മോള് അവനോട് സഹതാപം കാണിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ കാരണം എൻ്റെ മോൾ എന്തുമാത്രം അനുഭവിച്ചതാ. ഇനിയിപ്പം നന്നായിട്ട് ജീവിക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ അത് അവന് ഗുണമേ ചെയ്യുള്ളൂ. അതല്ല, ഇനിയും നമ്മുടെ പിന്നാലെ വരാനാണ് ഭാവമെങ്കിൽ അവൻ കൂടുതൽ അനുഭവിക്കും എന്ന് പറയാം.
ഇതേസമയം ദേവമംഗലത്തും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ മിത്ര. അലോകിന് എന്ത് വിധിയാണ് കിട്ടിയിരിക്കുന്നത്, എന്ത് ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തയാണ്. ഇതേസമയം അലോകിൻ്റെ വിധി അറിയാനായിട്ട് നമ്മുടെ മീനാക്ഷിയും വളരെയേറെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ദേവമംഗലത്തേക്ക് ഗോമതിയും അനുശ്രീയും ആര്യനും കൂടിയാണ് ചെല്ലുന്നത്. നമ്മുടെ ബാലൻ കടയിലേക്ക് പോവാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷി ചോദിക്കും, അവന് ശിക്ഷ കിട്ടിയില്ലേ, അവൻ ചെയ്തതിനൊക്കെ കൂട്ടി ഒരു 5-6 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടി കാണുമല്ലേ എന്നൊക്കെ ചോദിക്കാം. അത് കേൾക്കുന്ന ആര്യനും ഗോമതിയും ഒന്നും മിണ്ടാതെ നിൽക്കുക. അനുവാണേലും തല താഴ്ത്ത് നിൽക്കുക. അപ്പം ഇത്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ ഉണ്ടായത്, ശിക്ഷ കിട്ടിയില്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് അപ്പം ചോദിക്കുക. അത് പിന്നെ ഏടത്തി അവനെ വെറുതെ വിട്ടു എന്ന് പറയാണ്. വെറുതെ വിടാനോ, അനുവിന് നീതി കിട്ടിയില്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ആര്യം പറയും, അനു തന്നെയാ അവൻ്റെ എതിരെയുള്ള കേസൊക്കെ പിൻവലിച്ച് അവനെ വെറുതെ വിടിപ്പിച്ചത് എന്ന് പറയാം. അത് കേൾക്കുന്ന മീനാക്ഷി പറയും, നീ എന്ത് പരിപാടിയാണ് മോളെ കാണിച്ചത്, അവൻ കാരണം നീ എന്തുമാത്രം അനുഭവിച്ചു, എന്തുമാത്രം എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു, അപമാനിക്കപ്പെട്ടു, എന്നിട്ട് നീ എന്തിനാ അവനെതിരെ കേസ് പിൻവലിച്ചത്, എങ്കിൽ പിന്നെ കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് കയറി ഇറങ്ങേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കാം. പക്ഷേ ഈ വാർത്ത കേൾക്കുന്ന മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അലോകിനെ വെറുതെ വിട്ടതിൽ അത്രയേറെ സന്തോഷമുണ്ട്. അപ്പം മിത്രയുടെ മുഖഭാവം നമ്മുടെ ആര്യനും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതി ആണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും മീനാക്ഷിയാണ് ഗോമതിയോട് ചോദിക്കും, അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവനെ വെറുതെ വിട്ടത് ശരിയായെന്ന്? അത് കേൾക്കുന്ന ഗോമതി പറയും, അവന് നല്ല മാറ്റമുണ്ട്, അവനിനി നല്ല രീതിയിൽ തന്നെ ജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെയുണ്ടല്ലോ കോടതിയിൽ വരാന്തിൽ വെച്ച് അനുവിൻ്റെ കാല് വീണ അവൻ മാപ്പ് പറഞ്ഞത്. അങ്ങനെ ഒരു മാറ്റം അലോകിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം മീനു ആര്യനും അത് വലിയ താല്പര്യമില്ലാത്ത പോലെ പറയും, അതൊക്കെ അവൻ്റെ നാടകമായിരിക്കും, വീണ്ടും അനുമോളുടെ സഹതാപം പിടിച്ചു പറ്റാനായിട്ട് എന്ന് പറയാം. അപ്പം മിത്ര പറയും, ഒരിക്കലുമില്ല, അലോകിന് നല്ല മാറ്റമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് മിത്രയും പറയുവാണ്. അതേസമയം കൃഷ്ണമംഗലത്തും അലോകിൻ്റെ പ്രവൃത്തി എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ. ഫോണിൽ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മുടെ സുകന്യ അത് കാണാൻ ഇടയാകുന്നുണ്ട്. സുകന്യ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നുണ്ട്. അത് കാണുന്ന രാജശ്രീയും ആകെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക, ഇവനിത് എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുക. എന്തായാലും അലോകിനെ വെറുതെ വിട്ടല്ലോ, അനുശ്രീ കേസ് പിൻവലിച്ചെന്നാ കേൾക്കാൻ ഇടയായത് എന്ന് സുകന്യ പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, അവൻ തിരിച്ചു വരണമെന്നായിരുന്നല്ലോ ഏടത്തിയുടെ ആഗ്രഹം, അത് നടന്നില്ലേ എന്ന് ചോദിക്കാം. എങ്കിലും അവളുടെ കാലിൽ പോയി വീഴേണ്ട എന്ത് കാര്യം അവൻ ഉണ്ടായിരുന്നത് എന്ന് രാജശ്രീ ചോദിക്കാം. അപ്പം നന്ദിത പറയും, അവൻ ചെയ്ത തെറ്റുകളെ പറ്റി അവന് ബോധ്യമുണ്ട്, അതുകൊണ്ട് അവളോട് മാപ്പ് അവൻ ചോദിച്ചു, അതിലിത്ര തെറ്റെന്താ എന്ന് നന്ദിത ചോദിക്കാൻ കേട്ടോ. അത് രാജശ്രീക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ. ഇതേ സമയം അച്യുതനാണെങ്കിൽ അലോകനം കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രാജശ്രീ ഇറങ്ങി നിൽക്കുക. അലോകിൻ്റെ കോലം കാണുമ്പോൾ രാജശ്രീക്ക് ഒരുപാട് സങ്കടം വരികയാണ്. എന്ത് കോലോ മോനെ നിനക്ക് അവർ ആഹാരമൊന്നും തരുന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുക. നീയേ അവൻ ഇത്ര ദിവസം ജയിലിലാണ് കിടന്നത്, ഇങ്ങനെ ഇവിടെ നിർത്തി സംസാരിപ്പിക്കാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയേ എന്ന് അച്യുതൻ പറയാം. അപ്പം രാജശ്രീക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി അവനോട് സംസാരിക്കുകയാണ് കേട്ടോ. പക്ഷെ അലോകിൻ്റെ ആകെ ഒന്നും സംസാരിക്കാത്ത ഭാവം കാണുമ്പം എല്ലാവർക്കും സങ്കടം വരിക. അപ്പം ഇന്ദിരാമ്മ അടുത്ത് വന്ന് ചോദിക്കും, എൻ്റെ മോൻ ആകെ കോലം കെട്ടുപോയി എന്ന് പറയണം, മോൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന അച്യുതൻ പറയും, അത്രയും നാണം കെട്ട പ്രവൃത്തി ചെയ്തിട്ടല്ലേ അവനിങ്ങോട്ട് വന്നിരിക്കുന്നത്, ആ അനുശ്രീയുടെ കാല് വീണ് മാപ്പ് പറഞ്ഞിരിക്കുന്നു, അതും ആ കോടതി മുറ്റത്ത് വെച്ചിട്ട്, എല്ലാവരും അത് കണ്ടില്ലേ, ഇതിലും ഭേദം ഇവനാ ജയിലിൽ കിടക്കുന്നതായിരുന്നു എന്ന് അച്യുതൻ പറയാം. അത് കേൾക്കുന്ന ഇന്ദിരാമ്മ പറയും, നീ എന്തിനാ അച്യുത ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അവൻ ചെയ്ത തെറ്റിനെ പറ്റി അവന് ബോധ്യമുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്തതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കാം. അതിന് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളുടെ കാല് വീണ് മാപ്പ് പറയുന്നത്? അവൾ കേസ് പിൻവലിച്ചത് ഇവനോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ഒന്നുമല്ല, അവൾക്ക് നന്നായിട്ട് അറിയാം അവൾ കേസിൽ തോക്കുമെന്നും അവൾക്ക് കള്ളക്കേസ് ഇവനെതിരെ കൊടുത്തതിന് ശിക്ഷ കിട്ടുമെന്നും, അതുകൊണ്ട് മനഃപൂർവ്വം അവൾ ചെയ്തത് അത് മനസ്സിലാക്കാതെ ഈ മണ്ടൻ എന്താ ചെയ്തത്, അവളുടെ കാല് വീണിരിക്കുന്നു. ഈ അച്യുതൻ വീണ്ടും ആ ബാലൻ്റെ മുന്നിൽ തോറ്റുപോയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ്